അപ്പോൾ ഇന്ന് രാവിലെ നല്ലൊരു പോസിറ്റീവ് വൈബോട് കൂടിയിട്ടാണ് എഴുന്നേറ്റിട്ടുള്ളത് കേട്ടോ. അപ്പോൾ അതേപോലെ തന്നെ പണികളും കാര്യങ്ങളൊക്കെ അത്യാവശ്യം മടി കൂടാതെ തന്നെ നടന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ രാവിലെ എഴുന്നേറ്റ പാടന്നെ മുറ്റത്തോട്ട് ഇറങ്ങിയിട്ടുണ്ട്. വെയിലും കാര്യങ്ങളൊക്കെ ആകുമ്പോഴേക്കിനും വേഗം അടിച്ചു വാരി കേട്ടോ. അതേപോലെ തന്നെ കുറച്ച് പുല്ലും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ടായിരുന്നു നമ്മുടെ ചെടീൻ്റെ ഇടയിലൊക്കെ. പിന്നെ അതാ നമ്മളെ മഞ്ഞ റോസും റെഡ് റോസൊക്കെ ചെറുതായിട്ട് വിരിഞ്ഞിട്ടുണ്ട് കേട്ടോ. അതൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ ഇതാ അലക്കാനായിട്ട് നിന്നിട്ടുണ്ട്. അപ്പം ഇന്ന് അധികമൊന്നും അലക്കാനായിട്ടില്ല കേട്ടോ. അപ്പം അതൊക്കെ വേഗിട്ട് ഇപ്പോഴത്തെ വെയിലിന് പിന്നെ ഒരു അരമണിക്കൂർ ഇടുമ്പോഴേക്കിനൊക്കെ ഉണങ്ങി കിട്ടും. അപ്പോൾ ഈ ഒരു സ്റ്റെയറിൻ്റെ അടിയിലാണ് നമ്മുടെ ഫുൾ വേസ്റ്റും കൊണ്ടുപോയിട്ട് തള്ളിയിട്ടുണ്ടായിരുന്നത് കേട്ടോ. അപ്പോൾ കുറേ ആയി. അപ്പോൾ ഡ്രസ്സും കാര്യങ്ങളൊക്കെ നമ്മൾ ഒഴിവാക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ ഒരു ബൂട്ട് ഞാൻ എടുത്തിട്ട് തീരെ ഇട്ടിട്ടില്ല കേട്ടോ. എന്തായാലും യൂസ് ആക്കണം. ഇക്കുള്ളപ്പോഴാണ് ഇടാൻ പറ്റുള്ളൂ കേട്ടോ പുറത്തൊക്കെ പോകുമ്പോൾ. അങ്ങനെ ഇതാ സ്റ്റെയറിൻ്റെ അവിടുത്തെ സാധനങ്ങളും ഒക്കെ അതുപോലെ ഇങ്ങനെ റീഅറേഞ്ച് ചെയ്ത് വെക്കുകയാണ് കേട്ടോ. പിന്നെ ഇത് എൻ്റെ ഉണ്ടായിരുന്ന ഒരു ലേസറാണ് കേട്ടോ. അപ്പോൾ അതിൻ്റെ ബാറ്ററിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. പിന്നെ ഇതാ അതിന് ശേഷം നമ്മുടെ ഡ്രില്ലിങ് കിറ്റും കാര്യങ്ങളൊക്കെ ഒന്ന് അറേഞ്ച് ചെയ്ത് വെച്ചു കേട്ടോ. ഇതൊക്കെ ആകെ കൂടെ പരന്ന് കിടക്കുകയായിരുന്നു. നമുക്ക് എന്തെങ്കിലും ഒരു ആവശ്യത്തിന് പെട്ടെന്ന് പോയി നോക്കിക്കഴിഞ്ഞാൽ ഇതൊന്നും ഒരു ഐറ്റവും കിട്ടാറില്ല കേട്ടോ. അപ്പം അതൊക്കെ സെറ്റാക്കി പിന്നെ ഇതാ ഷാനൻ്റെ ഹെൽമെറ്റും കാര്യങ്ങളൊക്കെ ഇതുപോലെ ചെറിയൊരു കവറിലാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. എന്നിട്ട് ഇതാ ഇതുപോലെ നല്ല ഭംഗിക്ക് തന്നെ അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ ഇതാ അതൊക്കെ കഴിഞ്ഞിട്ട് അടിച്ചുവാരി ഒന്ന് തുടച്ചെടുക്കണം. പിന്നെ റൂമിൽ കുറച്ച് പൊടിയും കാര്യങ്ങളൊക്കെ ഒന്ന് തട്ടി വിടണം. അപ്പം അതൊക്കെ ചെയ്യുന്നതിന് മുന്നേ ആയിട്ട് ഇതാ മീൻ കൊടുന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതൊക്കെ ഒന്ന് വേഗം വെള്ളമൊഴിച്ച് വെക്കാമെന്ന് വിചാരിച്ചു. അപ്പം കേദറ നമുക്ക് നേരാക്കി തന്നിട്ടുണ്ട്. പിന്നെ കുറച്ച് മത്തിയുള്ളൂ കേട്ടോ. അത് കറി വെക്കാനായിട്ടും കേദറ പൊരിക്കാനായിട്ടും അങ്ങനെ വാങ്ങിച്ചേക്കുകയാണ് കേട്ടോ. അപ്പോൾ അതൊക്കെ അവിടെ വെള്ളത്തിൽ ഇട്ട് വെച്ചിട്ട് ഇതാ ഡ്രസ്സൊക്കെ വാഷിങ് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് വേഗം വിരിച്ചിട്ടു കേട്ടോ. അപ്പം എനിക്ക് വലിയ പാത്രങ്ങളൊക്കെ ഇതുപോലെ എക്സോ ബാർ വെച്ച് കഴുകുമ്പോഴാണ് കേട്ടോ. പിന്നെ അതിൻ്റെ കൂടെ ഈ കമ്പിച്ചകിരി ഇട്ട് നന്നായി വരുത്തുമ്പോഴാണ് ഒരു സാറ്റിസ്ഫാക്ഷൻ കിട്ടുക കേട്ടോ. അപ്പോൾ അതൊക്കെ കഴിഞ്ഞിട്ട് ഇതാ കഴുകി വെച്ച കുറച്ച് പാത്രങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ ഒന്ന് എടുത്ത് വെച്ചു. പിന്നെ ഇതാ ചോറിനുള്ള അരിയൊക്കെ അടുപ്പത്ത് വെച്ചു കേട്ടോ. പിന്നെ ചൂടുകാലത്ത് ഈ കുപ്പി നിറക്കൽ പതിവാണല്ലോ. പിന്നെ മീൻ ഇതാ ഫ്രൈ ചെയ്യാനായിട്ട് ഇങ്ങനെ മാറ്റിയെടുക്കുന്നുണ്ട് കേട്ടോ. പിന്നെ ഈ ഒരു റൂമിൽ ജനലും കാര്യങ്ങളും ഫാനും ഒക്കെ പൊടി തട്ടാമെന്ന് വിചാരിക്കുന്നുണ്ട്. ഞാനിങ്ങനെ പണികളൊക്കെ എല്ലാം എന്താ പറയുക ഒപ്പം ചെയ്യില്ല കേട്ടോ. ഓരോ ദിവസം ഓരോ ഭാഗം ഇങ്ങനെ ഡിവൈഡ് ചെയ്തിട്ട് അങ്ങനെയായിട്ടാണ് ചെയ്യാറ്. അപ്പോൾ ഫാനിലൊക്കെ നന്നായി പൊടിയുണ്ട്. പക്ഷെ തുടച്ചെടുക്കാൻ എനിക്ക് ഒരു മാർഗ്ഗമില്ല. അതുകൊണ്ട് ഇതുപോലെ പൊടിയും കാര്യങ്ങളൊക്കെ തട്ടിയിട്ട് വിടും കേട്ടോ. അതൊക്കെ കഴിഞ്ഞിട്ട് ഇതാ പിന്നെ മീൻ ഫ്രൈ ചെയ്യാനായിട്ട് ഇട്ടിട്ടുണ്ടായിരുന്നു. പിന്നെ കറിക്കുള്ള കാര്യങ്ങളും മറ്റും നോക്കുകയാണ് കേട്ടോ. അപ്പോൾ ഫ്രൈ ചെയ്യാൻ ആദ്യം ഇട്ടിട്ട് പിന്നെ ഇതാ മീൻ നന്നാക്കാനായിട്ട് നിന്നിട്ടുണ്ട് കേട്ടോ. കുറച്ച് തന്നെ ഉള്ളൂ. അപ്പോഴേക്കിനും വേഗത തക്കാളിയൊക്കെ വഴറ്റാനായിട്ട് ഇട്ടിട്ടുണ്ട്. അതൊക്കെ കഴിഞ്ഞിട്ട് ഇതാ കറിക്ക് പൊടികളും കാര്യങ്ങളൊക്കെ ഇട്ട് കൊടുത്തു കേട്ടോ. അപ്പോൾ തിളച്ച് വന്നപ്പോഴേക്കിനും നമ്മൾ മീനും കാര്യങ്ങളൊക്കെ ആഡ് ചെയ്ത് കൊടുത്തു. പിന്നെ അതിലോട്ട് ഇതാ തുമ്മിക്കാനായിട്ട് ചെറിയ ഉള്ളിയും ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നെക്സ്റ്റ് വീഡിയോ ആയിട്ട് വരുന്നത് വരേക്കും ബൈ.